വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നീണ്ട നാളുകൾക്ക് ശേഷം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് പ്ലാറ്റിനം എന്ന ബസ്സാണ് ഗൈസ് ഓടിക്കാൻ പോകുന്നത്. സെഡ് ആസ്ട്ര ബോഡിയിലാണ്. പ്ലാറ്റിനത്തിൻ്റെ ലിവറിയാണ് ഗൈസ് നമ്മളിതിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കുറേ കാലമായിട്ട് നമ്മളെ വീഡിയോ ഒന്നും കാണുന്നില്ലായിരുന്നു, കാരണം ഞാൻ വീഡിയോ ഇടില്ല. അതുകൊണ്ട് നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബസ്സിലേക്ക് കയറാം. നമ്മളെ ഇൻറ്റീരിയർ വ്യൂ ഇതാണ്. അത്യാവശ്യം നല്ലൊരു വൈബാണ് ഗൈസ് ബസ് ഓടിക്കാൻ. ഞാനൊന്ന് റൗണ്ട് ഓടിച്ച് വന്നതാണ്. അതിനുശേഷം ഈ ഒരു സ്കൂളിൽ നിർത്തിയിട്ടതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മളെ ബസ് എടുത്ത് പോവാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വ്യൂ. അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് മോഡലാണ് ഗൈസ് ഇത് വന്നിരിക്കുന്നത്. ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ സൈഡിലൊരു മാലയൊക്കെ ഉണ്ട് ഗൈസ്, നമ്മളെ കുരിശൊക്കെയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ബസ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മളുടെ എക്സ്റ്റീരിയർ വ്യൂവിലല്ല, നമ്മളിന്ന് ഇൻറ്റീരിയർ വ്യൂവിലായിരിക്കും ഗൈസ് ഇട്ട് ഓടിക്കുന്ന ബസ്. കാരണം എനിക്ക് ഇൻറ്റീരിയറിലാണ് നല്ലൊരു പവർ ഓടിക്കാൻ പറ്റുക. എക്സ്റ്റീരിയർ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് ഒന്നും ശരിക്ക് കാണില്ല ഗൈസ്. അപ്പോൾ നമ്മളേതായാലും പുറത്തേക്ക് നമ്മൾ എക്സ്റ്റീരിയർ വ്യൂ ഇട്ടാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കിടക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മളേതായാലും ഒന്നുകൂടി എക്സ്റ്റീരിയർ ഇട്ടിട്ട് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് ഗൈസ് നമുക്ക് ഏതായാലും എക്സ്റ്റീരിയറിൽ നിന്ന് മാറ്റി ഇൻറ്റീരിയറിലേക്ക് ആക്കാം. അപ്പോൾ ഞാൻ ഏതായാലും വണ്ടി അങ്ങോട്ട് എടുത്ത് ഗൈസ്, ഇവിടെ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഏതായാലും ഗൈസ് ഇൻറ്റീരിയറിലേക്ക് ആക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ബസ്സിൻ്റെ പെർഫോമൻസ് ഗൈസ് നമുക്ക് വഴിയെ കാണാം. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു അടിപൊളി ബസ്സാണ് ഗൈസ്. ഓടിക്കാനൊക്കെ നല്ല വൈബായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മോഡ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇതിൻ്റെ ലിങ്ക്, മോഡിൻ്റെ ലിവറിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളേതായാലും ഇവിടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 140-ലാണ് ഗൈസ് പോകുന്നത്. 4th ഗിയറിലാണുള്ളത്. ഈ വണ്ടി ഓടിക്കാൻ നല്ല അടിപൊളി സ്മൂത്താണ് ഗൈസ്. ഞാനുള്ളത് പറയാലോ, അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. നമുക്കിവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഇനി ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. നമ്മളെ വണ്ണസൊക്കെ സൈഡിലുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ വണ്ണസും ഒരു ഹോണ്ട സിവിക്കോ സിറ്റി ഏതോ ഒന്ന് മുന്നിൽ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രാഫിക് കഴിയാനായി, സിഗ്നൽ ഗ്രീനായിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഒന്ന് മുന്നോട്ട് എടുക്കാം. ആ ബസ് ലെഫ്റ്റിലോട്ടാണ് ഗൈസ്, നമുക്ക് സ്ട്രൈറ്റ് ആണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഏതായാലും നേരെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ആ കാറിനെ വെട്ടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പം ഞാൻ ഏതായാലും ആക്സിലേറ്റർ കൊടുക്കുന്നില്ലേ, പോട്ടെ, റൈറ്റ്. ഞാൻ ഏതായാലും ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചിട്ട് നമുക്ക് കാറിനെ കിട്ടുമോ നോക്കാം. കിട്ടിയില്ലേ പോട്ടെ, വേറെ കാറിനെ പിടിക്കാം. അപ്പോൾ ഞാൻ ഏതായാലും ആ സിഗ്നലൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മാപ്പ് ഏകദേശം അവിടെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ലോഡിങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഏതായാലും ആ ലോഡിങ് ഇവിടെ ഇടില്ല, ഞാനൊന്ന് അത് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ആ ലോഡിങ് ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് പോക്കിയിട്ടുണ്ട്. നമ്മൾ വേറൊരു ഗ്രാമത്തിലേക്കാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി റോഡൊക്കെയാണ് ഗൈസ്. നമുക്കിനി ഈ ടാറിട്ട റോഡല്ലാണ്ട് ഒരു മണ്ണിട്ട സ്ഥലത്തൂടെയൊക്കെ പോകാനുണ്ട്. ഞാൻ ഏതായാലും ഗൈസ് നല്ല പറപ്പിച്ച് വിടാൻ പോവുകയാണ്. കൺട്രോൾ നല്ല അടിപൊളിയാണെന്നുള്ള വിശ്വാസത്തിലാണ് ഗൈസ് പോകുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി കൺട്രോളൊക്കെ ഉണ്ട് ഗൈസ്. പച്ചത്തേന് കൺട്രോളില്ല ഗൈസ്, കൺട്രോളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് ഓടിച്ചത് തെറ്റിപ്പോയതാണ്. സ്പീഡ് ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമ്മൾ 100ന്റെ മുകളിൽ പോകാൻ പാടില്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഗൈസ്. അപ്പോൾ അന്നപ്പോൾ എന്തായാലും കൺട്രോൾ ഇട്ട് അതിൽ ഈ ബസ്സല്ല ഏത് ബസ്സായാലും ഗൈസ് അത് ഉറപ്പാണ്. നമ്മൾ വല്ല റോഡ് റോളറിൻ്റെ സ്പീഡിലും പോകേണ്ടി വരും. അപ്പോൾ ബസ് വെച്ച് ഏതായാലും ആ സ്പീഡ് പോകാൻ നിൽക്കരുത്. കാറൊക്കെ ആണെങ്കിൽ ഗൈസ് പിന്നെ പറയേണ്ട, കൺട്രോൾ കിട്ടില്ല എന്ന് ഉറപ്പാണ്, ചാടി പോവും. അപ്പോൾ ഞാൻ ഏതായാലും നമ്മളെ നേരത്തെ വണ്ണസിനൊക്കെ ഒന്ന് ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെയും വന്ന് നമ്മൾ വണ്ണസ് കുറേ ഉള്ളതുകൊണ്ട് കുറേ ട്രിപ്പ് എടുക്കാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗൈസ് വണ്ണസ് പോകുന്നുണ്ട്. നമുക്ക് ട്രിപ്പൊക്കെ കുറവാണ്, എങ്കിലും അത്യാവശ്യം നമുക്ക് വേണ്ടത്ര നമ്മൾ വിചാരിച്ചത്ര ഇല്ലെങ്കിലും അത്യാവശ്യം ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടുന്ന് മുന്നിൽ നിന്ന് വണ്ടി വരുന്നുണ്ട് ഗൈസ്, നമ്മളേതായാലും സൈഡ് കൊടുക്കുക. അപ്പോൾ ഞാൻ കൂടി സൈഡായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അല്ലാണ്ട് എല്ലാവരും നമ്മളെ ചാനലൊന്ന് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഹൈപ്പിൻ്റെ സംഭവം ഒന്നും ഇതുവരെ ചെയ്തില്ല, അത് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് ചെയ്യേണ്ടതായിരിക്കും. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഗൈസ്, വെറുതെ ഒന്ന് ഞെക്കിയാൽ പോരെ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യണം. നമ്മളേതായാലും ഗൈസ് അവിടെ നിന്ന് ചെറിയൊരു റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളേതായാലും ഇവിടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഗൈസ്. നമ്മളെ മഡിട്ട റോഡ് ഇവിടെയാണെന്ന് തോന്നുന്നു വരുന്നത്. ഇവിടെയാണോ ഗൈസ്? അല്ല, അടുത്ത ഇതിലാണ് ഗൈസ്. നമ്മളെ സൈഡിലിപ്പോൾ ഒരു മഡ് പോലുള്ള കണ്ടില്ലേ ഗൈസ്? ചളിയല്ല, ഒരു ഗ്രാമത്തിലൊക്കെ ഉള്ള റോഡ് ഉണ്ടാവില്ലേ, അതേപോലുള്ളൊരു സ്ഥലം കാണുന്നില്ലേ ഗൈസ്? അതേപോലെയാണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട്, അങ്ങനെയാണ് നമുക്ക് അങ്ങോട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു പൂഴി പോലെയാണ് ഗൈസ്. നമ്മളെ ബീച്ചിലൊക്കെ മണ്ണ് പൂഴിയൊക്കെ അമർത്തിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടോ അതേപോലെയുള്ള റോഡാണ്. നമുക്ക് ഏതായാലും മുന്നോട്ട് പോകുമ്പോൾ കാണാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ആൻഡ് സീ. നമ്മൾ ഗൈസ് അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഗൈസ് ഇവിടുന്ന് പോകുന്നത്. മുന്നിൽ നിന്ന് വണ്ടിയൊന്നും വരുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. മുന്നിൽ ലിമിറ്റഡ് പോകുന്നുണ്ട്. നമ്മളെ കോഴിക്കോട് പയ്യന്നൂർ പോകുന്ന ബസ്സാണ് ഗൈസ്, കൃതിക. നിങ്ങളെല്ലാരെങ്കിലും അതിൽ കയറിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം ഗൈസ് കൃതികേൻ്റെ മോഡ് ഒക്കെ ഗൈസ് നമ്മളെ കയ്യിലുണ്ട്. നമ്മളേതായാലും കുറേ കഴിഞ്ഞിട്ട് അത് ഇറക്കുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അഥവാ എങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ഇറക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വൈകിട്ട് ഇറക്കാം ഗൈസ്. ഞാൻ ഏതായാലും ഒന്ന് എക്സ്റ്റീരിയർ റിവ്യൂ ഇടാൻ പോവാണ്. ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ റോഡ്. നിങ്ങൾ മറന്നില്ലാന്ന് തോന്നുന്നു ഗൈസ്. ഏകദേശം ഒരു പൂഴിയും സിമൻറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു മണ്ണ് പോലെയാണ് തോന്നുന്നത്. ചെറിയൊരു റോഡാണെന്ന് പറയാൻ പറ്റില്ല ഗൈസ്, അങ്ങനെയുള്ള ഒരു വഴിയാണ്. ഞാൻ ഏതായാലും ഇവിടെ നിന്ന് വെട്ടിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുവരെ എവിടെയും കൊണ്ട് ചിടിച്ചിക്കില്ല. നല്ല അത്യാവശ്യം കൺട്രോളൊക്കെ ഉള്ള വണ്ടിയാണ്. നിങ്ങളുടെ ലൈഫ്, എൻ്റെ ബസ്സിൻ്റെ ലൈഫ് മുകളിൽ കണ്ടാൽ മനസ്സിലാവും ഗൈസ്. അത്യാവശ്യം 100% ആണ്. അപ്പോൾ ഞാൻ ഈ ലോഡിങ് കൂടി ഒന്ന് കട്ട് ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ അതും കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ വൈപ്പർ, അയ്യോ പോയല്ലേ, ഞാൻ വൈപ്പറാണ് നോക്കാൻ വന്നതാണ് ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ മഴ എങ്ങാൻ പെയ്താൽ അപ്പോഴത്തേക്ക് ഇപ്പോൾ തട്ടിയാണ് ഗൈസ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നില്ല വണ്ടി പോകുന്നു. ഞാനൊന്ന് നോക്കട്ടെ, ഇവിടുന്ന് ഞാൻ നൈസായിട്ട് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. നമുക്ക് എക്സ്റ്റീരിയർ റിവ്യൂ ഇട്ട് നോക്കാം ഗൈസ്. വണ്ടി കറക്റ്റ് ഫിറ്റിങ്ങിലാണ് ഗൈസ് റോട്ടുമ്മേലുള്ളത് ഗൈസ്, ഇത് കണ്ട. അപ്പോൾ ഞാൻ ഏതായാലും വണ്ടീൻ്റെ ഒരു ഏരിയ ഒന്ന് മനസ്സിലാക്കി വെച്ച് അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെ നല്ല അത്യാവശ്യം ചെറിയ റോഡാണ്. മിക്കവാറും ആക്സിഡൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഗൈസ് ആക്സിഡൻറ്റ് സംഭവിക്കും. അതുകൊണ്ട് ഞാനൊന്ന് കെയർഫുള്ളായിട്ടാണ് പോകുന്നത് ഗൈസ്. മുന്നിൽ നിന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇവിടെ നല്ല അത്യാവശ്യം വണ്ടിയൊക്കെ പോകുന്ന റൂട്ടാണ് ഗൈസ്. ബസ് റൂട്ടൊക്കെ അധികമാണ് ഗൈസ് ഇതിലൂടെ. പിന്നെ ട്രിപ്പും ഗൈസ് എല്ലാ വണ്ടിയുണ്ട് ഗൈസ് ഇതിലൂടെ പോകുന്നത്. ഇത് മിക്കവാറും പണിയാവും നമുക്ക്. ഒന്നാമത് ചെറിയ റോഡാണ്, മുന്നോട്ടൊന്നും കാണുന്നില്ല, കാടും. മിക്കവാറും പണിയാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയും റിസ്കി ആയ വഴി കൂടെ പോകുന്ന എനിക്കൊരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ ഏതായാലും ട്രാവലറിനെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ്. നമ്മളെ വണ്ടി വരിയുന്നില്ലല്ലോ. സോറി ഗൈസ്, ഗിയർ മാറ്റാൻ മറന്നതായിരുന്നു ഗൈസ്. മുന്നിൽ നമ്മളെ ഏതാണ് ഗൈസ്, കൊമ്പൻ്റെ ഒരു വണ്ടി പോകുന്നുണ്ട്. ഏതാണെന്നൊന്നും അറിയില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു ഗൈസ് തട്ടിന്ന് ഗൈസ്. ഇത്ര ക്ലോസ് ആയിട്ടാണ് പോയത്. ഞാനൊരു പ്രൊഫഷണൽ ഡ്രൈവർ തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പ്രൊഫഷണൽ ഡ്രൈവറിനെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്, പ്ലീസ്. ദയവ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ. അതുകൊണ്ട് ഞാൻ ഏതായാലും നമ്മളെ കൊമ്പനെ ഒന്നും കൂടെ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നമ്മളൊന്ന് പണിഞ്ഞതാണ് കൊമ്പൻ. അതുകൊണ്ട് നമ്മൾ ഏതായാലും ഒന്ന് കൊമ്പനെ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ കൊമ്പൻ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റും കൂടെ ചെയ്തോളൂ ഗൈസ്. നമ്മൾ പുതിയതായിട്ടൊരു സംഭവം കൂടി ഇറക്കുകയാണ് ഗൈസ്. ഞാൻ നേരത്തെ ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കമൻറ്റ് കൂടി ഒന്ന് ചെയ്ത് നോക്കുക. എത്ര കൊമ്പൻ ഫാൻസ് ഉണ്ട് നമുക്കറിയാലോ. അപ്പോൾ ഗൈസ് ഞാൻ ഏതായാലും വീണ്ടും നമ്മളെ കൊമ്പനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓവർടേക്ക് ചെയ്യാനുള്ളത് ലോറീനെയാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. നമ്മളേതായാലും ഇതൊക്കെ സിമ്പിളാണ് ഗൈസ്. ഈ ലോറിയൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് ഓവർടേക്ക് ചെയ്യും. അപ്പോൾ നമ്മളേതായാലും ഞാൻ പറഞ്ഞില്ല ഗൈസ്, നമ്മളിത് കുറച്ച് ലോങ് മാപ്പ് ആയിരുവാനാണ് ചാൻസ്. ഞാൻ ഏതായാലും ഇത് 2 പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ അടുത്ത പാർട്ടിൽ ഏത് ബസ് വേണമെന്ന് നിങ്ങൾ പറയുക. പ്ലാറ്റിനം തന്നെയാണ് ഇതന്നെ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കൊമ്പൻ്റെ ദാവൂദിനെ ഇറക്കാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് കൊമ്പൻ ഫാൻസിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ കൊമ്പനതാ മുന്നിൽ കൂടെ വീണ്ടും പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഏതായാലും ഗൈസ് നമ്മളെ ഈ മാപ്പ് കഴിയാനായിട്ടും തോന്നുന്നു. ഇവിടെ അത്യാവശ്യം ചെറിയ റോഡായതുകൊണ്ട്
ഗൈസ് ട്രാഫിക് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഈ ഏരിയയിലേക്കായിട്ട്. ഞാൻ ട്രാഫിക് കുറഞ്ഞിട്ട് വേറെ നടുവിലോട്ട് എടുക്കാൻ പോയതായിരുന്നു ഗൈസ്. മിക്കവാറും തട്ടും. ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട് വിചാരിച്ച് നടുവിലോട്ട് എടുത്തപ്പോൾ ഗൈസ് അവിടെ നിന്ന് ഒരു വണ്ടി വന്നേ. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു അത് ഇടിച്ചെന്ന്. ഗൈസ് ഇവിടുന്ന് ചെറിയൊരു കൺട്രോൾ കിട്ടുന്നില്ല. കുറച്ച് ചാട്ടമൊക്കെ ഉള്ള റോഡായതുകൊണ്ടാണോ എന്ന് അറിയില്ല ഗൈസ്. കൺട്രോള് കുഴപ്പമില്ല, എന്നാലും ഞാൻ നോക്കാം. അപ്പോൾ ഞാൻ ഏതായാലും ഗൈസ് ഈ ഒരു വണ്ടീനും കൂടി ഓവർടേക്ക് ചെയ്ത് നോക്കട്ടെ. ഗൈസ് ഇവിടുന്ന് അത്യാവശ്യം സ്പീഡിലൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ച പോലെ നല്ല ഗൈസ് ഈ റോഡ്. ഞാൻ ഏതായാലും ഇവിടെ നിന്ന് മാസ് കട്ടിങ് ഏതായാലും ഗൈസ് ഞാൻ നല്ല അത്യാവശ്യം ഒരു കട്ട് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. കുറേ കാലമായി ഇത് ഓടിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഏതായാലും ഇതിനും കൂടി ഒക്കെ ഒന്ന് ഇത് കുറേ വണ്ടിയുണ്ട് ഗൈസ്. ചത്ത് വലിച്ചടാ. ഞാൻ വിചാരിച്ചതാണ് ഗൈസ് ഇത് ഈ റോഡിൻ്റെ ഫ്രണ്ടിൽ മുന്നിൽ ആദ്യം മാപ്പിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞാണ് ഗൈസ് ഇത് തട്ടുന്നു. വണ്ടിക്ക് എവിടെയും തട്ടിയോ എന്തുവാടാ ഗൈസ്. എൻ്റെ വണ്ടി മിക്കവാറും ഇപ്പോൾ പൊളിഞ്ഞൊരു പരിധിയിലെത്തിയിട്ടുണ്ടോ ഞാൻ നോക്കട്ടെ. അപ്പോൾ അത്യാവശ്യം ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഒന്ന് വാഷ് ചെയ്യാനായിട്ടുണ്ട്. വണ്ടിക്ക് ഡാമേജ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. 95% ആയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. കൊമ്പനതാ ഗൈസ് നമ്മളെ മുന്നിൽ കൂടെ പോകുന്ന. നമുക്ക് ഏതായാലും അതിനൊന്ന് പിടിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഏതായാലും മുന്നോട്ട് എടുക്കുകയാണ്. ഇനി ആക്സിഡൻ്റ് ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ആ കൊമ്പനെ പിടിക്കാനാണ് ഗൈസ് പോകുന്നത്. നമുക്ക് നോക്കാം. മുന്നിൽ നിന്ന് വണ്ടിയൊന്നും വന്നിട്ടുണ്ട്. വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വരും. വരുന്നില്ലേല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഗൈസ് വണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അയ്യോ ഗൈസ് ചെറിയൊരു പ്രശ്നം പറ്റി, മാപ്പ് ലോഡായി. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് അടുത്ത മാപ്പിലേക്ക് വരട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാപ്പ് കഴിഞ്ഞ് ഗൈസ് ഞാൻ ബസ്സിനെ അതിന് ഓവർടേക്ക് ചെയ്യാൻ വന്നതായിരുന്നു. അതൊന്ന് ചെറുതായിട്ട് പരാജയപ്പെട്ടു. അപ്പോൾ നമ്മൾ അടുത്തൊരു ലോഡിങ് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്കാണ് ഗൈസ് വന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഗൈസ് നമ്മൾ ഈ വീഡിയോ ഈ ഒരു മാപ്പിൻ്റെ പകുതി ആകുമ്പോഴത്തേക്ക് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് അത്യാവശ്യം ലോങ് ആയി കഴിഞ്ഞാൽ ബോറാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ലെങ്തി ആകുമ്പോൾ ഗൈസ് ഞാൻ ആ കാറിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡ് മാറ്റി വിട്ടിട്ടുണ്ട്. ദിശ മാറ്റി വിട്ടതാണ് ഗൈസ്. വേറെ പ്രശ്നമൊന്നുമില്ല. അത് ആക്സിഡൻ്റ് ഒന്നും അല്ലായിരുന്നു. കാറിലുള്ള ആൾക്കാർ രക്ഷപ്പെട്ട ഭാഗ്യം. അപ്പോൾ ഞാൻ ഏതായാലും അത് നോക്കാണ്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയാണ് നമ്മളെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അടുത്ത മാപ്പിൽ ഏതാ വേണ്ടത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഏതായാലും ഒരു ഏരിയ തപ്പട്ടെ ഗൈസ്. എക്സ്റ്റീരിയർ വ്യൂ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയിട്ട് ഇട്ടാലോ ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇടാമെന്നാണ് ഗൈസ്. നോക്കട്ടെ. നമുക്ക് ഇവിടുന്ന് ഇടാം ഗൈസ്. അപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ വ്യൂവിലേക്ക് ഇടുകയാണ് ഗൈസ്. ഈ എക്സ്റ്റീരിയർ വ്യൂ കുറച്ച് അങ്ങോട്ടായി പോയി. ഞാൻ വിചാരിച്ച് ഗൈസ് ബസ് പോയി തട്ടിയെന്ന്. അപ്പോൾ കുഴപ്പമൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മളേതായാലും അവിടെ നിന്നും രക്ഷപ്പെട്ട് ഗൈസ്. ഞാൻ ഇവിടെ ഒരു ഏരിയ ഗൈസ്. നമുക്ക് ഏതായാലും ഇവിടെ ബസ് നിർത്തിയിടാം ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഗൈസ് കാറെ ഞാനൊന്നങ്ങോട്ട് താങ്ക് യു. നമ്മളൊരു മാസം എൻട്രി അങ്ങോട്ട് ഇട്ടാലോ ഗൈസ്. ഇടാന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും എക്സ്റ്റീരിയർ വ്യൂവിലേക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. അയ്യൊരു വളവ് നോക്ക് ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഈ ഒരു മാപ്പല്ല ഏതെങ്കിലും ഗൈസ് മോഡൊന്ന് ട്രൈ ചെയ്യണോ. ഈ ലിവറീൻ്റെ ആവശ്യമില്ല ഗൈസ്. നമ്മൾ ഈ മോഡ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് പ്ലാറ്റിനത്തിൻ്റെ ലിവറി അതിൽ ഓൾറെഡി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏതായാലും ആ മോഡ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഞാനിന്ന് ഇവിടെ റിവേഴ്സ് അടിച്ച് ബസ്സൊന്നും ഇവിടെ ഒതുക്കിയിടട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ എല്ലാവരും നമ്മൾ അടുത്ത വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഉടനെ തന്നെ ഉണ്ടാകും ഗൈസ്. കൂടിപ്പോയ ഒരു 2-3 ദിവസം, അതിൽ കൂടില്ല. ഇനി നമുക്ക് ഇവിടുന്ന് നല്ല അത്യാവശ്യം പോകാനുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമ്മളൊന്ന് മാപ്പ് എടുത്ത് നോക്കട്ടെ. ഇവിടുന്ന് കുറേ പോകാനുണ്ട്. ഇതല്ലാണ്ട് ഇനി അടുത്തൊരു ലോഡിങ്ങിലേക്ക് വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ പ്ലാറ്റിനത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ഗൈസ്. ഫുള്ള് ചെളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.